മോനെ കുഞ്ഞെ കുഞ്ഞ് വീട്ടിൽ പോകുന്ന നല്ലത്. കണ്ടിട്ട് തീരെ സുഖമില്ലാത്തതുപോലെ. താൻ ആരാ ചോദിക്കാൻ? ഇതെന്റെ ഓഫീസല്ലേ. ഞാൻ ഇഷ്ടം പോലെ വരും, ഇഷ്ടം പോലെ പോവും. മനസ്സിലായോ? ചേട്ടാ, ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രേമിക്കണം. പ്രേമ നൈരാശ്യം ഉണ്ടാവണം. അപ്പൊ മനസ്സിലാവും എന്തിനാ കുടിക്കുന്നെന്ന്. ഓ ഓ ഓ പീറ്ററുണ്ടോ? ഈ ശോമിശിഹായിക്കും സ്തുതിയായിരിക്കും. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ടച്ചോ, ആഫീസിനകത്തിരിക്കുക. അച്ഛനെ മനസ്സിലായില്ലല്ലോ. ഞാൻ പീറ്ററിന് ഇടവകയിലെ അച്ഛനാ. ഒന്ന് കാണാൻ വന്നാ. വിളിക്കാം. വന്നാട്ടെ. ഉറക്കമായിരിക്കും. അല്ല, വിളിക്കാച്ചോ. അച്ഛനെപ്പോ വന്നു? ഇരിക്കൂ. എന്താ പേര്? ഈശോ. നല്ല പേര്. ഈ പേരിലൊരു കപ്പ്യാർ എനിക്കുണ്ടായിരുന്നു. പിന്നെ ചായ എനിക്കിഷ്ടം, മധുരം ഇടാത്തത്. നീ അവിടെ ഇരിക്ക. ഇത്രയും നല്ല ഓഫീസ്, നല്ല പേരുള്ള കമ്പനി, ചെറുപ്പക്കാരനായ ഉടമസ്ഥൻ. അയാൾ ഈ വേഷത്തിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എന്താ ഇതിന്റെ അർത്ഥം? നിന്നെ അതും ഇതും പറഞ്ഞ് സ്വാധീനിക്കാനോ ഉപദേശിക്കാനോ അല്ല ഞാൻ വന്നത്. നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഈ നിരാശ ബിസിനസിനെ ബാധിക്കരുത്, അത്രമാത്രം. മദ്യപാനവും അലസതയും ഒരു പ്രശ്നത്തിനും ഒരു പോംവഴിയല്ല മോനെ. എന്നോട് മത്തായിക്കുട്ടി വിവരങ്ങളെല്ലാം പറഞ്ഞു. മത്തായിക്കുട്ടിയും ആ പാവം റെക്സും നിന്നെ കൊണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? അതുപോട്ടെ, അവരുടെ വിഷമം എങ്ങനെങ്കിലും മാറിക്കൊള്ളുമെന്ന് വിചാരിക്കാം. നീ ജീവനതിലും സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയും നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും ഇന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. നീ തന്നെയല്ലേ അവിടെ വിവാഹത്തിന് മുൻകൈയെടുത്തത്? ആ കുട്ടിയും കൂട്ടുകാരനും നിന്റെ ഇന്നത്തെ സ്ഥിതി അറിയാൻ ഇടവന്നാൽ, അതിനുള്ള കാരണം എന്താണെന്ന് അവരറിഞ്ഞാൽ, പിന്നെ എന്താടോ അവരുടെ ജീവിതത്തിനൊരു സമാധാനം? അവരുടെ നന്മയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ കടിഞ്ഞാണില്ലാത്ത നിന്റെ ഈ പോക്ക് മാറ്റിയെടുത്തേ പറ്റൂ. കാലത്തിനൊരു പ്രത്യേകതയുണ്ട് മോനെ, എല്ലാ മുറിവുകളെയും മായ്ക്കാനുള്ള കഴിവ്. പീറ്റർ, നീ കുറച്ചു ദിവസത്തേക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന നല്ലതാണ്. പുറത്ത് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉള്ളതല്ലേ. ഒരു ബിസിനസ് ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ. ഞാൻ വെറുതെ പറയല്ല, പീറ്ററിന് ഒരു ചേഞ്ച് ആവശ്യമാണ്. ഞാൻ ഇറങ്ങട്ടെ. കൊള്ളാം, മനോഹരമായിട്ടു. എന്താ റെക്സ്? ഒന്നുമില്ല, നിന്റെ അടിയുടെ ശക്തിയെ കുറിച്ച് ഓർത്തു പോയതാ. കണ്ണിൽ പൊന്നീച്ച പറഞ്ഞു. റെക്സ് പ്ലീസ്. ഞാൻ എത്രയോ പെൺകുട്ടികളുമായി ഇടപഴകിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ദി ടൈം സേക്ക്. അവരിൽ ആരോടും തോന്നാത്ത താല്പര്യം നിന്നെ കാണുമ്പോൾ തോന്നുന്നു. ഐ എം വെരി മച്ച് ഫോണ്ട് ഓഫ് യു. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. ഇതിനെയാണ് പവിത്രമായ പ്രേമമെന്നോ സ്നേഹമെന്നോ എല്ലാവരും പറയുന്നെങ്കിൽ നീ ഞാനും തമ്മിൽ അത് തന്നെയാണ്. നീ എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് വിശ്വസിക്കുന്നു.
കേട്ട് തഴമ്പിച്ച സിനിമ ഡയലോഗൊന്നും പറയാൻ ഞാനില്ല. റെക്സിന് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, മറ്റുള്ള എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ റെക്സിന് എന്റെ അമ്മയുമായി ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചൂടെ? ഓഫ് കോഴ്സ്. പക്ഷേ ആദ്യം ഞാൻ ചേട്ടനുമായും സംസാരിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് പോരെ വീട്ടിലേക്ക് വരുന്നത്. ഉം. പീറ്റർ എടുത്ത തീരുമാനം എന്തായാലും നന്നായി. എപ്പോഴും ചാൻസ് കിട്ടിയെന്ന് വരില്ലല്ലോ. രാജ്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ അല്പം സെയിൽസ് പ്രൊമോഷനും. അട്ടെ, എത്ര ദിവസത്തെ പ്രോഗ്രാമാ? 1 മാസത്തെ പരിപാടിയാ. വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നീട്ടും. പേപ്പേഴ്സും വിസയും ഒക്കെ ശരിയായോ? ആ പിന്നൊരു കാര്യം, ഇന്നലെ ദേവി ഇവിടെ വന്നിരുന്നു. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് താൻ കാണാൻ ചെന്നില്ലെന്ന് ഭയങ്കര പരാതി. താൻ അവളെ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ ഒഴിഞ്ഞു മാറിയെന്നോ സംസാരിച്ചില്ല എന്നോ ഒക്കെ പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ല. അല്പം തിരക്കിലായതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് മാത്രം. കൂടാതെ ഞാനും കുമാറും ഫോണിൽ കൂടെ മിക്കവാറും ബന്ധപ്പെടാറുണ്ട്. അത് തന്നെ ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾ സമ്മതിക്കണ്ടേ? പറഞ്ഞ് അവസാനം അവൾ കരച്ചിൽ വരെ എത്തി. താൻ ഏതായാലും അവിടെ വരെ ഒന്ന് ചെല്ല്. അവിടെ വിഷമം മാറുന്നെങ്കിൽ മാറട്ടെ. ഉം. ഉം. പോ. പിണക്കമായിരിക്കും. പിണക്കമുണ്ടെങ്കിൽ മാറ്റാനല്ലേ ഞങ്ങൾ വന്നത്? അല്ല, ഞാൻ വന്നത്. ഞാനാരെയാ പിണങ്ങാൻ? നിന്റെ ചേട്ടൻ എവിടെ? ഞാൻ കണ്ടില്ല. ആഹാ, എടാ കള്ള, നീ വിളിച്ചേക്കായിരുന്നു. അല്ല, മാടവിടെ മാടകത്തൊട്ട് ചുമ്മാ നടക്ക്. ഞാൻ ആദ്യം ഇവനെ അകത്തേക്ക് വിട്ടത് വേറൊന്നും കൊണ്ടല്ല. ഏതായാലും കുറെ ചീത്ത കേൾക്കുന്നറിയാം. അത് ഇവൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ച. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്തോളാം. ഈ മുഖം ഒന്ന് പ്രസാദിച്ച് കണ്ടാ മതി. ദേവി സാറേ, തുടങ്ങി. ഈ ദേവി ഭയങ്കര സെന്റിമെന്റലാ. അതെ, ഞാൻ സെന്റിമെന്റിൽ തന്നെ. പിന്നെ നിങ്ങൾ ഇതുവരെ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? പീറ്റർ എത്ര പ്രാവശ്യം എന്നെ കാണാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഒരു കാരണവും കൂടാതെയുള്ള ഈ പെരുമാറ്റം കണ്ട് ആർക്കും വേദന തോന്നാത്തത്? ആ, ദേവിയോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇവിടെ വരാത്തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുമാരൻ ഞാനും എന്നും സംസാരിക്കാറുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. പോട്ടെ ദേവി, ഞാൻ മാപ്പി വയ്ക്കുന്നു. ഇനി ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയ പോലും ഞാൻ പോകുന്നില്ല. പോരെ, ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്കുന്നേ. ഞാൻ അന്നേ ചേട്ടനോട് പറഞ്ഞതാ. എന്താ പറഞ്ഞ? ഒറ്റ കീറി വെച്ചെന്നോണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സർ. ആ ഡയറക്ടറെ എടുത്തേ. ഹലോ. റോങ് നമ്പർ. ജൂഡി അല്ലേ? റോങ് നമ്പർ. എന്തിനാ നുണ പറയുന്നത് റോങ് നമ്പർ ആണെന്ന്? ചേട്ടൻ ചേട്ടൻ കേൾക്കുന്നില്ല, ഒന്ന് ഉറച്ചു പറ. ജൂഡി അല്ലേ? നല്ല ആളാ. ഞാനിത് എത്രാമത്തെ പ്രാവശ്യം ഫോൺ ചെയ്യുന്നത് അറിയാവോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും കേൾക്കുന്നില്ല. റക്സേ, അയ്യോ, ചേട്ടനോ? നല്ല ആളാ. നിനക്ക് ചേട്ടന് അടുത്തുള്ള കാര്യം ഒന്ന് പറയാൻ പാടില്ലായിരുന്നു? അത് കൊള്ളാം. ഞാൻ എങ്ങനെ പറയാനാ? ചേട്ടനടുത്തൊന്നും മാറിയിട്ട് വേണ്ടേ? ചേട്ടൻ എന്തു പറഞ്ഞു? എന്തു പറയാനാ, ഞാൻ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞു പറ്റിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് ഊരണ്ടേ? ചേട്ടനറിയാമോ എന്ത്? നമ്മൾ തമ്മിൽ? നമ്മൾ തമ്മിൽ? കാഴ്ച ബംഗ്ലാവിൽ പോയില്ലേ ആനയെ കാണാൻ?
ആ കാര്യം. ചേട്ടൻ അറിഞ്ഞാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? എനിവേ വി ആർ മേഡ് ഫോർ ഈച്ച് അതർ. ദിവസേനെ കൃത്യസമയത്ത് ഓഫീസിൽ ചെല്ലണം. ഞാനില്ലാത്തൊരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈശോ ചേട്ടനോട് ചോദിച്ചണം. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ധൈര്യക്കുറവുണ്ടായിട്ടൊന്നുമല്ല. ആ പിന്നെ ആ ജൂഡി ഉണ്ടല്ലോ, അവളെ ഈ മാസം പറഞ്ഞു വിട്ടേക്കണം. എന്തിനാ ചേട്ടാ അവളെ പറഞ്ഞു വിടുന്നത്? നമുക്കെന്തായാലും ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ ആവശ്യമില്ലേ? ആൻഡ് ഷീ ഈസ് ക്വൈറ്റ് കേപ്പബിൾ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നമുക്ക് അവളെ വേണ്ട. ഞാൻ അടുത്ത മാസം 1-ാം തീയതി പോലെ വേറെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോ, ഇറ്റ്സ് ടു മച്ച്. ഒരു കാരണം കൂടാതെ ആ പാവം പെൺകുട്ടിയെ പറഞ്ഞു വിടരുത്. ആ കുട്ടിയുടെ വരുമാനം കൊണ്ടാ ആ കുടുംബം കഴിയുന്നത്. നിനക്ക് എന്ന് തുടങ്ങി ഈ ജീവകാരുണ്യ സ്നേഹം? നിനക്കെന്താ അവളോട് ഇത്ര താല്പര്യം? എനിക്കാരോടും താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആരെയായാലും ശരി, ഒരു കാരണവും കൂടാതെ പറഞ്ഞു വിടുന്നതിന് ഞാനെതിരാ. ആർക്കായാലും കഴിവുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടിക്കോളും. ആജീവനാന്തം നമ്മുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിനിപ്പോ ഇവിടുത്തെ ജോലിക്ക് എന്താ തകരാറ്? ഞാൻ കാരണമാണെങ്കിൽ ഞാൻ ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചേക്കാം. നിന്നെ എങ്ങനെ ഉപേക്ഷിക്കുക? രക്തബന്ധമായി പോയില്ലേ? കൂടാതെ മരുമകൾ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നതിന്റെ നാണക്കേട് നിനക്കല്ല, മത്തായി കുട്ടിക്ക. ആ തുടങ്ങിയോ? ഇതെന്താ കുമാർ, ഈയിടെ ദിവസം ഉണ്ടല്ലോ. ഏയ്, ഞാനതിന് അങ്ങനെ ഒന്നും കുടിക്കാറില്ലല്ലോ. കുടിച്ചിട്ട് എത്ര ദിവസമായി? ഇന്നലെ കുടി കുടിച്ചില്ലേ? അത് പിന്നെ ഒരു പാർട്ടി ആയതുകൊണ്ടല്ലേ അല്പം കുടിച്ചത്. ഇന്നലെ പാർട്ടി, മിനിഞ്ഞാന്ന് കമ്പനി സേക്കിന്, ഇന്ന് വെറുതെ. ഇങ്ങനെ ദിവസം ഓരോ കാരണങ്ങൾ കിട്ടും. ഞങ്ങൾ ആണുങ്ങൾക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താ ഒരു രസമുള്ളത്? അങ്ങനെ ദിവസവും കുടിക്കാനും പാർട്ടി കൂടാനും ഒക്കെയുള്ള വരുമാനം നമുക്കുണ്ടോ? ഇക്കാലത്തെ ഒരു കൊച്ചിനെ വളർത്തണമെങ്കിലേ മുതിർന്ന ഒരാളെക്കാളും ചെലവ് കൂടുതലാ. നീ പറഞ്ഞതിന്റെ അർത്ഥം? റിയലി? ഇനി വണ്ടി പോകുന്നൊക്കെ സൂക്ഷിച്ചു വേണം, ഗട്ടറിലൊന്നും ചാടിക്കരുത്. പേടിക്കണ്ട ചേച്ചി, അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. വരട്ടെ. ശരിക്കും പിടിച്ചിരുന്നു, ചേച്ചി പറഞ്ഞ കേട്ടില്ലേ? ബൈ. ബൈ. Mr. Menon, I am sorry. Accidental abortion ആയി. ബോധം തെളിഞ്ഞ ഉടൻ ഹസ്ബൻഡിന്റെ മരണത്തെക്കുറിച്ച് ആരും അവരോട് ഒന്നും പറയരുത്. ഷീ ഈസ് വെരി വീക്ക്. ചേട്ടനെ വേണ്ട, അറിയിക്കണ്ട. അറിയിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? അവനെങ്കിലും അവിടെ മനസ്സമാധാനത്തോടെ കഴിയട്ടെ.
കഴിക്കാൻ. മമ്മി വിളിക്കുന്നു. വാ ആന്റി, വാ ആന്റി, വാന്നേ, വാ. ഇത് കഴിക്കും. എന്താ മോളെ, എത്ര ദിവസമായി ഇങ്ങനെ?